നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സർക്കാർ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ആ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കില്ല എന്നും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ക്ഷേമ പെൻഷനുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 1600 രൂപ എന്നത് 2000 രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് ഏതെങ്കിലും ക്ഷേമ പദ്ധതികളുടെ ഭാഗമല്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ നൽകും എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇലക്ഷൻ ബമ്പർ മാത്രമാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ വിമർശനം ഉന്നയിച്ചേക്കാം. അത് എന്തു തന്നെയാണ് എങ്കിലും ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമകരമാകുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും ഏത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്.